നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിനെതിരെ തുടർ സമരവുമായി നിക്ഷേപകർ. തിങ്കളാഴ്ച മുതൽ രാപ്പകൽ സമരം ആരംഭിക്കും. സമരം നടത്തുക ബാങ്കിന്റെ നെടുങ്കണ്ടത്തെ പ്രധാന ശാഖയ്ക്ക് മുൻപിൽ. ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് ഭീഷണിയായി മാറിയ ആഫ്രിക്കൻ ഒച്ചുകൾ. കാർഷിക വിളകൾ പൂർണ്ണമായും തിന്നു നശിപ്പിക്കുന്ന ഇവയെ തുരത്താനും മാർഗങ്ങളില്ല. പ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമല്ലാത്തതിനാൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിൽ കർഷകർ. കാഞ്ചിയാർ ലെബക്കടയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ലെബക്കട ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ്ക്കൾ വിഹരിക്കുന്നത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ. ടൗണിലെത്തുന്ന ആളുകളെ ആക്രമിക്കാൻ തെരുവുനായ്ക്കൾ പാഞ്ഞെടുക്കുന്നതും പതിവ്. കട്ടപ്പന വള്ളക്കടവ് കരിമ്പാനിപ്പടി ചപ്പാത്ത് റോഡ് യാത്രായോഗ്യമാക്കാൻ നടപടിയില്ല. അടിമാലി കുമളി ദേശീയപാതയ്ക്ക് സമാന്തരമായിട്ടുള്ള പാത നവീകരിക്കാൻ MLA MP ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ടെങ്കിലും പ്രതിസന്ധിക്ക് കാരണം കരാറുകാർ ഏറ്റെടുക്കാത്തത്. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിനെതിരെ തുടർ സമരവുമായി നിക്ഷേപകർ. തിങ്കളാഴ്ച മുതൽ രാപ്പകൽ സമരം ആരംഭിക്കും. ബാങ്കിന്റെ നെടുങ്കണ്ടത്തെ പ്രധാന ശാഖയ്ക്ക് മുൻപിലാണ് സമരം നടത്തുക. കാലാവധി പൂർത്തിയായതും അല്ലാത്തതുമായ നിക്ഷേപങ്ങൾ തിരികെ നൽകാൻ ബാങ്ക് തയ്യാറാവാത്തതിനെ തുടർന്നാണ് നിക്ഷേപകർ തുടർ സമരം ആരംഭിക്കുന്നത്. നെടുങ്കണ്ടത്തെ പ്രധാന ശാഖയ്ക്ക് പുറമെ കട്ടപ്പന, അടിമാലി, കുമളി ശാഖകളിലായി കോടിക്കണക്കിന് രൂപ സാധാരണക്കാർ നിക്ഷേപിച്ചിട്ടുണ്ട്. 70 വയസ്സിന് മുകളിൽ പ്രായമായ വയോധികർക്ക് പോലും നിലവിൽ പണം തിരികെ നൽകാത്ത സാഹചര്യമാണുള്ളത്. ഇതോടെയാണ് നിക്ഷേപകർ ഒത്തുചേർന്ന് തുടർ സമരം നടത്താൻ തീരുമാനിച്ചത്. രാപ്പകൽ സമരത്തിനൊപ്പം നിരാഹാര സമരവും നടത്തുമെന്ന് നിക്ഷേപകർ പറയുന്നു. നെടുങ്കണ്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ ഡീലേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഈ പ്രദേശത്തുള്ള ധാരാളം പേർ സ്ഥിരം നിക്ഷേപം നടത്തുകയുണ്ടായി. 70% ആൾക്കാരും സീനിയർ സിറ്റിസൺസ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. കാലാവധിക്ക് ശേഷവും പണം തിരിച്ച് നൽകുവാൻ വേണ്ടി ഈ സൊസൈറ്റിയിൽ അനവധി തവണ പോയെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ പല നടപടികളും സ്വീകരിച്ചു. അതിലൊന്നും ഫലം സിദ്ധിച്ചിട്ടില്ല. അതിനാൽ 8/7/2024 ഒരു രാപ്പകൽ ധർണ ഞങ്ങൾ ഈ ഡീലേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുൻപിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഈ പ്രതിസന്ധി പരിഹരിക്കുന്നവരെ ഞങ്ങളുടെ സമരം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ വൻ അഴിമതി നടന്നതായി സഹകരണ വകുപ്പ് കണ്ടെത്തിയിരുന്നു. മുൻ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് 3,60,00,000-ലധികം രൂപയുടെ ക്രമക്കേടാണ് നടത്തിയത്. ഇതിൽ വിജിലൻസ് കേസന്വേഷണം നടക്കുന്നുണ്ട്. മുൻ കുമളി ശാഖാ മാനേജർ 1.25 കോടിയിലധികം രൂപ തിരിമറി നടത്തിയതായും കണ്ടെത്തിയിരുന്നു. ഈ സംഭവത്തിൽ നിലവിലെ ഭരണസമിതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് ഭീഷണിയായി മാറുകയാണ് ആഫ്രിക്കൻ ഒച്ചുകൾ. കാർഷിക വിളകൾ പൂർണ്ണമായും തിന്നു നശിപ്പിക്കുന്ന ഇവയെ തുരത്താനും നിലവിൽ മാർഗങ്ങളില്ല. പ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമല്ലാത്തതിനാൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. ബൈസൺ വാലി മുട്ടുകാട് മേഖലയിലാണ് ഇടുക്കിയിൽ വ്യാപകമായി ആഫ്രിക്കൻ ഒച്ചുകളെ ആദ്യം കണ്ടെത്തിയത്. ഏകദേശം 8 വർഷം മുൻപ് മുതൽ ഇവ മുട്ടുകാട്ടിലെ കൃഷിയിടങ്ങളിലുണ്ട്. എന്നാൽ ഇവ എങ്ങനെ ഇവിടെ എത്തി എന്നത് വ്യക്തമല്ല. വൻതോതിൽ പെറ്റുപിരികിയ ഒച്ചുകൾ നിലവിൽ ബൈസൺ വാലി, ശാന്തൻപാറ, സേനാപതി, രാജകുമാരി മേഖലകളിലെല്ലാം വ്യാപിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഒച്ചുകളാണ് ഓരോ മേഖലയിലും പെരുകിയത്. ചൂടുള്ള സമയങ്ങളിൽ മണ്ണിനടിയിൽ കഴിയുന്ന ഇവ മഴക്കാലത്ത് പുറത്തെത്തും. ഏലം അടക്കമുള്ള വിളകൾ പൂർണ്ണമായും തിന്നു നശിപ്പിക്കുന്നതായി കർഷകനായ അനുരാജ് പറയുന്നു. ഹൈറേഞ്ചിൽ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമീപ പഞ്ചായത്തായ ബൈസൺ വാലി മുട്ടുകാട്ടിൽ ഏതാനും വർഷം മുമ്പ്, ഒരു 5 വർഷം മുമ്പ് 1-2 ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടതാണ്. ഇപ്പോൾ അതിനുശേഷം ആ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ഒച്ചുശല്യം കാരണം കർഷകർ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. ഏലത്തിൻ്റെ പൂ വിരിയുന്നത് അത് ഭക്ഷിക്കും, അതോടൊപ്പം തന്നെ പിഞ്ച് കായ ഭക്ഷിക്കും. പച്ചക്കറികളൊന്നും അത് വിടാറില്ല, അത് അങ്ങനെ തന്നെ ഭക്ഷിക്കും. പിന്നെ വീട്ടിലെ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അങ്ങനെ വലിയ ശല്യം ഉണ്ടായിരുന്ന സമയത്താണ് ഇത്. ഇപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ ഒരു മാർഗവും അവിടുത്തെ കർഷകർക്ക് ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ അതിനെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ അത് സമീപ പഞ്ചായത്തായ രാജകുമാരിയിലും സേനാപതിയിലും ശാന്തൻപാറയിലും ഉൾപ്പെടെ ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒന്നെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകി വരുന്ന കൂട്ടത്തിൽ വരുന്നതോ, അല്ലെങ്കിൽ വാഹനങ്ങൾ ഇപ്പോൾ ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യമുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളിൽ
പറ്റിപ്പിടിച്ചിരുന്ന് ഇത് ഇവിടെ വന്ന് ചാടുന്നതോ അങ്ങനെയൊക്കെയായിട്ട് പല രീതിയിൽ. അതോടൊപ്പം തന്നെ ഈ ഏലത്തട്ടകൾ, ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഏലത്തട്ട കൊണ്ടുവരുമ്പോൾ അതിൽ പറ്റിപ്പിടിച്ച് വരുന്ന ആഫ്രിക്കൻ ഒച്ചുകൾ മറ്റ് പഞ്ചായത്തുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. ഇതിനെതിരെ സർക്കാർ തലത്തിൽ ഒരു പ്രതിരോധ സംവിധാനം കൊണ്ടുവന്നില്ലെങ്കിൽ ഈ വില കുറവും അതോടൊപ്പം തന്നെ പ്രതികൂലമായ കാലാവസ്ഥയും മൂലം നട്ടം തിരിഞ്ഞ ഈ കർഷകർക്ക് ഇരട്ടി പ്രഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വീര്യം കൂടിയ മരുന്നുകളും കീടനാശിനികളുമൊക്കെ പ്രയോഗിച്ചിട്ടും ഇവയെ തുരത്താനായിട്ടില്ല. തുരിശും പുകയിലയും ചേർന്ന മിശ്രിതം താരതമ്യേന ഫലപ്രദമാണെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ. എന്നാൽ ഇവ വ്യാപകമായി പ്രയോഗിക്കേണ്ടതിനാൽ കർഷകർക്ക് വൻ സാമ്പത്തിക ബാധ്യതയും വരുത്തിവെക്കും. സബ്സിഡി നിരക്കിൽ ഇവ ലഭ്യമാക്കുകയും ഒച്ചുകളെ തുരത്താൻ കൃഷിവകുപ്പ് ഇടപെടുകയും ചെയ്യണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ഒരു മാസം 3000 മുതൽ 5000 മുട്ടകൾ വരെ ഇടുന്ന ആഫ്രിക്കൻ ഒച്ചുകൾക്ക് ഇണ ചേരാതെ തന്നെ പ്രത്യുൽപാദനം നടത്താനാവും. വളരെ വേഗത്തിൽ പെറ്റുപിരികുന്ന ഇവയെ തുരത്താൻ കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഇടുക്കിയിലെ കാർഷിക മേഖല തന്നെ പ്രതിസന്ധിയിലാകും. കാഞ്ചിയാർ ലബ്ബക്കടയിൽ തെരുവുനായ ശല്യം രൂക്ഷം. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ലബ്ബക്കട ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ്ക്കൾ വിഹരിക്കുകയാണ്. ടൗണിലെത്തുന്ന ആളുകളെ ആക്രമിക്കാൻ തെരുവുനായ്ക്കൾ പാഞ്ഞെടുക്കുന്നതും പതിവ് സംഭവമായി മാറിക്കഴിഞ്ഞു. തെരുവുനായ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണകേന്ദ്രമായ ലബ്ബക്കടയിലെ ആളുകൾ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി തെരുവുനായ്ക്കൾ തമ്പടിക്കുകയാണ്. ടൗണിൽ വിവിധ ആവശ്യങ്ങൾക്കും മറ്റുമായി എത്തുന്ന ആളുകൾക്ക് മുൻപിലേക്ക് നായ്ക്കൾ പാഞ്ഞെടുക്കുന്നതും പതിവാണ്. സ്കൂൾ, കോളേജ്, സർക്കാർ ആശുപത്രി, പഞ്ചായത്ത് ഓഫീസ്, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയവ ലബ്ബക്കടയിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ എത്തുന്ന ആളുകൾക്ക് തെരുവുനായ ശല്യം ഭീഷണിയായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ലബ്ബക്കടയിലും പരിസര പ്രദേശത്തും തെരുവ് നായകളുടെ ശല്യം വർദ്ധിച്ചിരിക്കുന്നു. നിരവധി ആളുകളെ കഴിഞ്ഞ ദിവസം തെരുവ് നായകൾ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രാത്രി സമയങ്ങളിൽ തെരുവുനായ്ക്കൾ അക്രമ സ്വഭാവം കാണിക്കുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അധികൃതർ ഇടപെട്ട് തെരുവുനായ്ക്കളെ ഇവിടെ നിന്നും മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. കട്ടപ്പന വള്ളക്കടവ് കരിമ്പാനിപ്പടി ചപ്പാത്ത് റോഡ് യാത്രായോഗ്യമാക്കാൻ നടപടിയില്ല. അടിമാലി-കുമളി ദേശീയപാതയ്ക്ക് സമാന്തരമായിട്ടുള്ള പാത നവീകരിക്കാൻ MLA, MP ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ടെങ്കിലും കരാറുകാർ ഏറ്റെടുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അടിമാലി-കുമളി ദേശീയപാതയിൽ വള്ളക്കടവ് ജംഗ്ഷൻ കൂടാതെ എളുപ്പമാർഗത്തിൽ കട്ടപ്പനയിൽ നിന്ന് ആനവിലാസം ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്ന സമാന്തര പാതയാണ് കരിമ്പാനിപ്പടി ചപ്പാത്ത് റോഡ്. എന്നാൽ 10 വർഷത്തോളമായി റോഡ് തീർത്തും ശോച്യാവസ്ഥയിലാണ്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഫണ്ട് അനുവദിച്ചുവെങ്കിലും കരാറുകാർ പദ്ധതി ഏറ്റെടുക്കുന്നില്ല. ഇതോടെ 1.5 കിലോമീറ്റർ ദൂരം പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ്. കരിമ്പാനിപ്പടി ചപ്പാത്ത് ബൈപ്പാസ് റോഡ് നമ്മുടെ ആനവിലാസ റോഡിൽ വള്ളക്കടവിന് ഇപ്പുറത്തുനിന്ന് തിരിഞ്ഞു പോകാൻ ഏറ്റവും എളുപ്പം ചപ്പാത്തിലെത്താൻ പറ്റുന്ന ഒരു ബൈപ്പാസ് റോഡാണ്. എന്നാൽ അത് MLA ഫണ്ടും MP ഫണ്ടും മുതലുള്ള എല്ലാ ഫണ്ടുകളും അനുവദിക്കുന്നുണ്ടെങ്കിലും ഇന്ന് ഒരു കോൺട്രാക്ടർമാരും എടുത്തിട്ട് അത് പണിയാൻ തയ്യാറാകുന്നില്ല. അതിൻ്റെ കാരണം അവരോട് അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് അവർക്ക് ഇത് പണിതാൽ അതിൻ്റെ വർക്ക് നടത്തി കഴിഞ്ഞാൽ ഫണ്ട് ബില്ല് മാറി കിട്ടത്തില്ല എന്നാണ് അവർ പറയുന്നത്. എന്താണേലും ഇപ്പം ഒരു 10 വർഷത്തോളമായിട്ട് ആ വഴി സഞ്ചാരയോഗ്യമല്ലാതെയാക്കി തീർന്നു. ഈ ആനവിലാസം പോകുന്ന വള്ളക്കടവ് ടൗണിൽ കയറാതെ ഏറ്റവും എളുപ്പം രത്നപ്പാറ ഭാഗത്ത് ചപ്പാത്ത് ഭാഗത്തേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു വഴി. അത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തൊന്നും കൂടുതൽ ഫണ്ടെടുത്ത് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇന്ന് മുനിസിപ്പാലിറ്റിക്കില്ല. എന്നാലിത് മറ്റ് PWD റോഡ് ഏറ്റെടുത്തിരിക്കുന്നതാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് MLA യോ MP യോ ഒക്കെ ഫണ്ട് വിനിയോഗിച്ച് ആ റോഡ് ആ പ്രദേശവാസികൾക്ക് സഞ്ചാരികൾക്ക് കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് സർക്കാരിനുണ്ട്. കട്ടപ്പന നഗരസഭയുടെ 23, 24 വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന പാത കൂടിയാണിത്. നിരവധി കുടുംബങ്ങളും മേഖലയിൽ താമസിക്കുന്നുണ്ട്. എന്നാൽ പാതയിലുടനീളം ഇപ്പോൾ വെള്ളക്കെട്ട് മാത്രമാണ് കാണാനാവുക. ഇതോടെ പ്രദേശവാസികളും ഈ പാതയെ ആശ്രയിക്കാതെ പ്രധാന വഴിയിലെത്തി കിലോമീറ്ററുകൾ ചുറ്റിയാണ് യാത്ര ചെയ്യുന്നത്. പാതയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഈ റോഡ് യാത്രായോഗ്യമാക്കാൻ അധികൃതർ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്.
കട്ടപ്പനയിലെ KSEB ഉദ്യോഗസ്ഥർ വ്യക്തിവൈരാഗ്യം തീർക്കുന്നുവെന്ന പരാതി. കഴിഞ്ഞ ദിവസം KSEBയുടെ നിരുത്തരവാദിത്തത്തിനെതിരെ ശബ്ദമുയർത്തിയതിന് പകവീട്ടിലായി സ്വകാര്യ സ്ഥാപനത്തിന്റെ വൈദ്യുത മീറ്ററിൽ നിന്നും വയറുകൾ വിച്ഛേദിച്ചെന്നാണ് പരാതി. KPCC സെക്രട്ടറി തോമസ് രാജിന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ സ്ഥാപനത്തിന്റെ വൈദ്യുതിയാണ് വിച്ഛേദിച്ചത്. കട്ടപ്പന പോലീസ് സ്റ്റേഷന് എതിർവശത്തായി അപകട ഭീഷണി ഉയർത്തി വൈദ്യുതി ലൈനുകൾക്ക് മുകളിലായി നിൽക്കുന്ന മരങ്ങൾ വെട്ടാൻ KSEB അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച KPCC സെക്രട്ടറി തോമസ് രാജൻ രംഗത്തെത്തിയിരുന്നു. നിരവധി പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെ മാധ്യമങ്ങൾ വഴി ശബ്ദമുയർത്തി. തുടർന്ന് മരം വെട്ടി നിൽക്കാൻ നടപടി ഉണ്ടാവുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് തോമസ് രാജിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാവൽ സേവനങ്ങൾ നൽകുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ മീറ്ററുകൾക്കുള്ളിൽ നിന്ന് വയറുകൾ വിച്ഛേദിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. ഇത് KSEBയുടെ നിരുത്തരവാദിത്തത്തിനെതിരെ ശബ്ദമുയർത്തിയതിന് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന പകപോക്കൽ നടപടിയാണെന്ന് തോമസ് രാജൻ ആരോപിക്കുന്നു. മീറ്ററിൽ കറണ്ടുണ്ട്, ഓഫീസിലേക്ക് കറണ്ട് വരുന്നില്ല. അപ്പോൾ ഫ്യൂസിലേക്ക് കറണ്ട് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ടെസ്റ്റ് വെച്ച് പരിശോധിച്ചപ്പോൾ ഫ്യൂസിലും കറണ്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൂടുതൽ പരിശോധിക്കുമ്പോഴാണ് മീറ്ററിൻ്റെ അകത്ത് വെച്ച് തന്നെ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നിരുത്തരവാദപരമായ നിലപാടുകൾക്കെതിരെ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ കിട്ടിയ അവസരത്തിൽ ഒരു വലിയ പകവീട്ടൽ പോലെ വളരെ കാരണം ഒരിക്കൽ പോലും ഇലക്ട്രിസിറ്റി ബോർഡ് ബില്ലടയ്ക്കുന്നതിൻ്റെ പേരിൽ അടയ്ക്കാതെ വന്നാൽ അവർ വന്ന് പറയും പൈസ അടപ്പിക്കും, ഇല്ലെങ്കിൽ ഫീസ് ഊരി വെക്കും. ഫീസ് ഊരി വെച്ചിട്ടും പൈസ അടയ്ക്കാതെ വരുന്ന ആളുകളുടേത് മാത്രമാണ് പിന്നീട് മീറ്ററിൽ നിന്നോ അല്ലെങ്കിൽ ലൈനിൽ നിന്നോ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകേണ്ട കാര്യം ഇന്ന് വരെ ഞാൻ ഏതാണ്ട് 10-30 കൊല്ലക്കാലമായി പൊതുസ്ഥാപനം കട്ടപ്പനയിൽ നടത്തി വരുന്ന ഒരാളാണ്. ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഇലക്ട്രിസിറ്റി ബോർഡിലെ ആളുകൾക്കുണ്ടായിട്ടുള്ള ഒരു വിരോധത്തിലുള്ള പകവീട്ടിലായിട്ട് തീയിട്ടുള്ളത്. നിലവിൽ വൈദ്യുതി ബില്ല് അടയ്ക്കേണ്ട തീയതി കഴിഞ്ഞിരുന്നു. തുടർന്ന് ബില്ല് ഓൺലൈൻ മുഖാന്തരം അടയ്ക്കുകയും ചെയ്തു. എന്നാൽ വൈദ്യുതി ബിൽ കുടിശ്ശികയുണ്ടെങ്കിലും ഫ്യൂസ് ഊരി മാറ്റുക മാത്രമാണ് KSEBയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടി. എന്നാൽ അതിന് വിപരീതമായി മീറ്റർ ബോക്സ് ഊരി അതിനുള്ളിൽ നിന്ന് വയർ വിച്ഛേദിച്ചത് പ്രതിഷേധകരമാണെന്ന് തോമസ് രാജൻ പറയുന്നു. വിഷയം KSEB ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും സ്വീകാര്യമല്ലാത്ത മറുപടി മാത്രമാണ് നൽകിയതെന്നും പകപോക്കൽ നടപടിക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ കണ്ടെത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നും തോമസ് രാജൻ പറഞ്ഞു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നീരിമംഗലം വനമേഖലയിൽ അപകടാവസ്ഥയുയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റി അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് രാജ് നിയമപ്രകാരം മരം മുറിക്കാനുള്ള അധികാരം അടിമാലി ഗ്രാമപഞ്ചായത്തിനുണ്ടെന്നിരിക്കെ പഞ്ചായത്ത് അത് വിനിയോഗിക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു ആം ആദ്മിയുടെ പ്രതിഷേധം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേര്യമംഗലം വനമേഖലയിൽ മരം വീഴ്ചയും ഗതാഗത തടസ്സവും ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് പ്രത്യക്ഷ സമരവുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയത്. പഞ്ചായത്ത് രാജ് നിയമപ്രകാരം നേര്യമംഗലം വനമേഖലയിൽ പാതയോരത്ത് നിൽക്കുന്ന മരം മുറിക്കാനുള്ള അധികാരം അടിമാലി ഗ്രാമപഞ്ചായത്തിനുണ്ടെന്നിരിക്കെ പഞ്ചായത്ത് അത് വിനിയോഗിക്കുന്നില്ലെന്ന് ആം ആദ്മി നേതാക്കൾ ആരോപിച്ചു. ആ ഒരു സർക്കാരിന്റെ ഓഫീസിന് മുന്നിൽ ഞങ്ങൾ നിന്ന് പറയുന്നു, ആ പ്രാദേശിക സർക്കാർ അതിന്റെ അധികാരം തിരിച്ചറിയണം. പഞ്ചായത്ത് രാജ് നിയമ പുസ്തകം നിങ്ങളുടെ സെക്രട്ടറിയുടെ മേശപ്പുറത്ത്, പ്രസിഡന്റിന്റെ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. അതിന്റെ 238 വകുപ്പിൽ 1-2 ഉപവകുപ്പിൽ പറയുന്നു, ജീവന് ഹാനികരമായ മരങ്ങൾ അത് സ്വകാര്യ ഭൂമിയിലായാലും പൊതുഭൂമിയിലായാലും നിൽക്കുന്നുവെങ്കിൽ അത് മുറിച്ചു മാറ്റുവാനുള്ള അധികാരം ഗ്രാമപഞ്ചായത്തിനുണ്ട് എന്ന്. അതറിയാമെന്ന് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ ഉൾപ്പെടെ നമ്മുടെ ചീഫ് സെക്രട്ടറിയെ കണ്ട് മരം മുറിക്കാൻ അനുവാദം നേടാൻ പോവുകയാണ്. ഞാനൊരു കാര്യം പറയാം, ചീഫ് സെക്രട്ടറിയുടെ ജോലി മരം വെട്ടലല്ല, അതിന് ഉത്തരവിടലുമല്ല. അതിനുള്ള അധികാരം താഴേക്ക് നൽകിയിട്ടുണ്ട്. ജില്ലാ മജിസ്ട്രേറ്റായ കളക്ടർക്കുണ്ട്, ജില്ലാ ദുരന്ത നിവാരണ ചെയർപേഴ്സണായ ജില്ലാ കളക്ടർക്കുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, വളരെ ദയനീയമാണ് നമ്മുടെ അവസ്ഥ. ഇടുക്കി ജില്ലാ കളക്ടർ ഒരാഴ്ച മുമ്പ് ഇട്ട ഉത്തരവ് മഴ മാറിയിട്ട് നടപ്പിലാക്കാമെന്ന് പറയുന്ന DFO ഉള്ള നാടായി മൂന്നാർ മാറുമ്പോൾ, ദേവികുളം മാറുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ലജ്ജിക്കണം. നമ്മളിവിടെ ജനാധിപത്യ ഭരണം നടക്കുന്നു എന്ന് വ്യാമോഹിക്കുകയാണ്, അതിവിടെ ഇല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സംഭവം. പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ പ്രകടനവും നടത്തി. जिंदाबाद
ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സമരം ആം ആദ്മി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ സെക്രട്ടറി എം.എ. മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. നിയോജകമണ്ഡലം പ്രസിഡന്റ് മാത്യു ജോസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സച്ചിൻ ജോർജ്, പോൾ ജി വെള്ളങ്കൽ, സിജി ശ്രീകാന്ത്, വി.എ. സിദ്ദിഖ്, വെളിയത്തുകുടിയിൽ, തമ്പി അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. മൂന്നാറിൽ കഴിഞ്ഞ ദിവസം കാറിൽ യുവാവ് അപകടകരമായി യാത്ര ചെയ്ത സംഭവത്തിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. യുവാവ് സഞ്ചരിച്ച വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിൽപ്പെട്ട യുവാവായിരുന്നു സാഹസിക യാത്രയ്ക്ക് മുതിർന്നത്. മൂന്നാർ മേഖലയിൽ തുടരെ ഇത്തരം നിയമലംഘനം നടക്കുന്ന സ്ഥിതിയാണുള്ളത്. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലൂടെയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് യുവാവ് ഇന്നോവ കാറിൽ അപകടകരമായി യാത്ര ചെയ്തത്. യുവാവ് കാറിന്റെ ജനാലയിൽ ഇരുന്ന് അപകടകരമായി യാത്ര ചെയ്യുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യുന്ന വീഡിയോ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചത്. കുണ്ടള ഭാഗത്തു നിന്നും മോട്ടോർ വാഹന വകുപ്പ് വാഹനം കണ്ടെത്തുകയും പിന്നീട് വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിൽപ്പെട്ട യുവാവായിരുന്നു സാഹസിക യാത്രയ്ക്ക് മുതിർന്നത്. ഇവർ ആലപ്പുഴ ഭാഗത്തു നിന്നും എത്തിയവരാണെന്നാണ് വിവരം. ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള മറ്റ് നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സമാന രീതിയിൽ അപകടകരമായ യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തുവരികയും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. മൂന്നാർ മേഖലയിൽ തുടരെ നിയമലംഘനം നടക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിനും തലവേദനയാകുന്നുണ്ട്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ഉപ്പുതറ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടന്നു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജേമോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ ഉപ്പുതറ യൂണിറ്റിന്റെ 12ാമത് വാർഷികവും കുടുംബസംഗമവും ചപ്പാത്ത് SNDP ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. സംഘടനയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി ആലോചിക്കുന്നതിനും പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജേമോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു മനുഷ്യന്റെ ജീവിതം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ആ മനുഷ്യന്റെ ഒരു ജീവിതവുമായി മുന്നോട്ട് എങ്ങനെയാണോ പോകുന്നത്, ആ ഒരു അവസ്ഥയെ ഒരു വണ്ടിയെ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവര്. ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം കറക്റ്റ് ആയിരിക്കണം. കുറയുകയോ കൂടുകയോ ചെയ്താൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഒരു വണ്ടിയുടെ പ്രവർത്തനം. ഒരു മനുഷ്യന്റെ ജീവിതം പോലെ തന്നെയാണ് ഒരു വണ്ടി. ആ വണ്ടിക്ക് എഞ്ചിന് കംപ്ലൈന്റ് വന്നാൽ അത് നന്നാക്കി കൊടുക്കുന്നതിനും എല്ലാം നിങ്ങളാണ് അതിനിടയിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ കൈകളിൽ കൂടിയാണ് ഇന്ന് ശരിക്കും പറഞ്ഞ സമൂഹത്തിൽ ഇന്ന് ഒരു ബൈക്ക് പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ പോലും. തുടർന്ന് നടന്ന പരിപാടിയിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. എക്സൈസ് ഓഫീസർ അബ്ദുൾ സലാം, യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുട്ടപ്പൻ, ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ, രക്ഷാധികാരി CN വിജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് തേക്കൊമ്പേൽ, ബിജു ഗോപാലൻ, ജില്ലാ സെക്രട്ടറി M നിസാർ, മറ്റ് സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായുള്ള പ്രചരണാർത്ഥം മിനി മാരത്തൺ സംഘടിപ്പിച്ചു. വിസ്പാരോൺ 2024 എന്ന പേരിലായിരുന്നു മാരത്തോൺ നടന്നത്. 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള മിനി മാരത്തോണിന് പുറമെ 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫൺ മാരത്തോണും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് A. രാജ MLA സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി. കായിക മേഖലയോടുള്ള അഭിരുചി കുട്ടികളിൽ വളർത്തുന്നതോടൊപ്പം അശ്രദ്ധ മൂലം ഒരു ജീവനും റോഡിൽ പൊലിയരുതെന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിസ്പാരോൺ 2024 എന്ന പേരിൽ മിനി മാരത്തോണും ഫൺ മാരത്തോണും നടത്തിയത്. 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള മിനി മാരത്തോൺ കല്ലാർകുട്ടി പാലത്തിൽ നിന്നും ആരംഭിച്ചു. അടിമാലി സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് മാത്യു മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. മിനി മാരത്തോൺ അടിമാലിയിലെത്തിയ ശേഷം 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫൺ മാരത്തോൺ നടന്നു. അടിമാലി സോപാനം സാംസ്കാരിക കേന്ദ്രത്തിന് സമീപത്തു നിന്ന് ആരംഭിച്ച ഫൺ മാരത്തോൺ RTO രാജീവ് KK ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇരു മാരത്തോണുകളിലുമായി 200-ലധികം പേർ പങ്കെടുത്തു. മാരത്തോണിന് ശേഷം നടന്ന സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് A. രാജ MLA മുഖ്യ അതിഥിയായി. റീൽസ് അല്ല ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ലോഗനോട് കൂടിയാണ് ഈ മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ പലരും വൈറലാകാൻ വേണ്ടി റീൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂന്നാറിൽ തുടർച്ചയായി വാർത്തകൾ വരുന്നു. ഇങ്ങനെ ട്രാഫിക് റൂൾസ് എല്ലാം ലംഘിച്ചുകൊണ്ട് റീൽസ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ജീവിതമാണ്. ആ ജീവിതം ആസ്വദിക്കുക എന്നുള്ളതാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ഇടയിൽ പല ആളുകളും ഇങ്ങനെ റീൽസ് അതുപോലെ ട്രാഫിക് ലംഘനമെല്ലാം നടത്തുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ അതോടുകൂടി
അവസാനിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടുവരുന്നു. മാരത്തോണിലെ 1ാം സ്ഥാനക്കാർക്ക് 15,000 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 10,000 രൂപയും 3ാം സ്ഥാനക്കാർക്ക് 5,000 രൂപയുമാണ് പാരിതോഷികമായി ഒരുക്കിയിരുന്നത്. കൂടാതെ 10 വരെയുള്ള സ്ഥാനങ്ങൾക്ക് ക്യാഷ് പ്രൈസും ക്രമീകരിച്ചിരുന്നു. പൊതുസമ്മേളനത്തിൽ വിശ്വദീപ്തി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ്, ഫാദർ ഷിൻഡോ കോലത്തുപടവിൽ, ഇടുക്കി RTO രാജീവ് KK, അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ, വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. മാങ്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂളിലേക്കെത്തിയ നവാഗതരെ ചടങ്ങിൽ സ്വീകരിച്ചു. മുൻ DGP ഋഷിരാജ് സിംഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എക്സലൻസിയ 2024 എന്ന പേരിലൊരുക്കിയ പരിപാടിയിലായിരുന്നു 2023-24 അധ്യയന വർഷത്തിൽ +1, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. സ്കൂളിലെത്തിയ നവാഗതരെ ചടങ്ങിൽ സ്വീകരിച്ചു. മുൻ DGP ഋഷിരാജ് സിംഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സോമനാഥൻ സാറിന്റെ പേര് നിങ്ങൾ കേട്ടി കാണുമല്ലോ. ഇസ്രോ ചെയർമാൻ, അദ്ദേഹമാണ് ചന്ദ്രയാനം 3 അവിടെ കഴിഞ്ഞ വർഷം ചന്ദ്രത്തിലേക്ക് പോയി അവിടെ ഇറക്കിയത്. ആ സമയത്തിൽ ഇസ്രോ ചെയർമാൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹം മലയാളിയാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ ഡിഗ്രി വാങ്ങിയ ആളാണ് ശ്രീ സോമനാഥൻ. അദ്ദേഹത്തിന് അവിടെ ഇസ്രോയിലെ സയൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ ഇവിടുത്തെ സാധാരണ സ്കൂൾ കോളേജിൽ പഠിച്ചിട്ട് അവിടെ എത്താൻ പറ്റുവാണെങ്കിൽ തങ്ങൾക്കും പറ്റാം. ചടങ്ങിൽ വിദ്യാർത്ഥികളുമായും രക്ഷിതാക്കളുമായും ഋഷിരാജ് സിംഗ് സംവദിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ബിജുമോൻ ജോസഫ്, ഹെഡ്മിസ്ട്രസ് ജ്യോതിമോൾ VA, PTA പ്രസിഡന്റ് PD ജോയി, അസിസ്റ്റന്റ് മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ പ്ലാത്തോട്ടത്തിൽ എന്നിവർ സംസാരിച്ചു. ഇടിഞ്ഞമല മുതൽ പള്ളിപ്പടി വരെയുള്ള റോഡിന്റെ ഇരുവശവും വളർന്നു നിന്ന കാടുകൾ BJP ഇടിഞ്ഞമല ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെട്ടിത്തെളിച്ചു. യുവമോർച്ച വണ്ടൻമേട് മണ്ഡലം പ്രസിഡന്റ് ജിൻസ് വർഗീസ് ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇടിഞ്ഞമല ഗവൺമെന്റ് LP സ്കൂൾ മുതൽ പള്ളിപ്പടി വരെയുള്ള റോഡിന്റെ ഇരുവശവും കാഴ്ചമറച്ച് വളർന്നു നിന്നിരുന്ന കാടുകളാണ് BJP പ്രവർത്തകർ വെട്ടിത്തെളിച്ചത്. ധാരാളം വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡായിട്ടും ഡ്രൈവർമാരുടെ കാഴ്ച മറച്ചു നിന്നിരുന്ന ഈ കാടുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ പെടുത്തിയെങ്കിലും വെട്ടിത്തെളിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ലെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തുകളിൽ തിരക്കുള്ള റോഡുകളുടെ ഒരു എണ്ണമെടുത്താൽ അതിൽ ഒരു തിരക്കുള്ള റോഡാണ് ശാന്തിഗ്രാം കമ്പനിപ്പടി ഇടിഞ്ഞമല പള്ളിപ്പടി റോഡ്. ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പബ്ലിക്കിന് തുറന്നു കൊടുത്തതിന് ശേഷം യാതൊരുവിധ പ്രവർത്തനങ്ങളും ഈ റോഡുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നതാണ് സത്യം. അത് ഈ മഴക്കാലം ആരംഭിച്ചപ്പോൾ അതും ഇതിൻ്റെ ഗ്യാരണ്ടി പീരീഡ് നിലനിൽക്കുന്നു എന്നുള്ളതിനാൽ തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്ന് വെട്ടിത്തെളിക്കുന്നതിനോ ഈ റോഡിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ കഴിഞ്ഞ മഴക്കാലത്ത് തകർന്നു പോയ ഭാഗം പോലും ഇപ്പോഴും അതേപടി അവിടെ നിലനിൽക്കുന്നു എന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ റോഡിന് ഈ വളരെ അപകട ഭീഷണിയായി നിലനിൽക്കുന്ന ചില ഭാഗങ്ങളിൽ, അതായത് എല്ലാ ഭാഗത്തും ഈ ഇത്ര കിലോമീറ്ററിനുള്ളിൽ ഒരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഒരു പൊതുവായ ഒരാൾക്കാർക്കോ ഇറങ്ങി തീർക്കാൻ കഴിയുന്നതല്ല എങ്കിലും ഏറ്റവും അപകട ഭീഷണി നിലനിൽക്കുന്ന ഭാഗങ്ങളിലെ വളവുകളിലെ കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യുവമോർച്ച വണ്ടൻമേട് മണ്ഡലം പ്രസിഡന്റ് ജിൻസ് വർഗീസ് ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. BJP ഇടിഞ്ഞമല ബൂത്ത് കമ്മിറ്റി സെക്രട്ടറി ശ്രീലാൽ മറ്റത്തിൽ, രാജേഷ് KG, രാജു നാറാണത്ത്, രാജീവ് TS, ശിവദാസ് പുതുപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന വള്ളക്കടവ് ശ്രീവിനായക NSS കരയോഗത്തിന്റെയും വനിതാ സമാജത്തിന്റെയും സംയുക്ത വാർഷിക പൊതുയോഗം നടന്നു. നഗരസഭാ അധ്യക്ഷ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വള്ളക്കടവ് ശ്രീവിനായക NSS കരയോഗത്തിന്റെയും വനിതാ സമാജത്തിന്റെയും സംയുക്ത വാർഷിക പൊതുയോഗമാണ് കരയോഗ മന്ദിരത്തിൽ സംഘടിപ്പിച്ചത്. സാമൂഹ്യക്ഷേമത്തിനും അംഗങ്ങളുടെ ഉന്നമനത്തിനും വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കരയോഗമാണ് വള്ളക്കടവ് ശ്രീവിനായക NSS കരയോഗം. വാർഷിക പൊതുയോഗം നഗരസഭാ അധ്യക്ഷ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഈ വീടിനും നാടിനും നന്മയുള്ള കുഞ്ഞുങ്ങളായി തീരണം. മാതാപിതാക്കളെ, മക്കളെ നമുക്ക് തമ്പുരാൻ തന്നത് നല്ല രീതിയിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരുവാനാണ്. ഇതുപോലെ തന്നെ ഞാൻ പറയുന്നതിന്റെ കാരണം ഇന്നത്തെ മക്കള് എന്തെല്ലാം ഉടായ്പകളിലാണ് ചെന്ന് അകപ്പെട്ടു പോകുന്നത് എന്ന് കാരണന്മാർക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ കഴുകന്മാരുടെ കണ്ണുകൾ പോലെയാണ് നമുക്ക് ചുറ്റും ഓരോരുത്തരും നോക്കിയിരിക്കുന്നത്. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇന്ന് അതിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതിനെയെല്ലാം മറികടന്ന് നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന ശീലങ്ങളാണ് മക്കൾ പുറത്തിറങ്ങിയാലും കാണിക്കേണ്ടത്.
യോഗത്തോടനുബന്ധിച്ച് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കൂടാതെ വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, കൗൺസിലർമാരായ ഷിജി തങ്കച്ചൻ, തങ്കച്ചൻ പുരയിടം, മനോജ് മുരളി തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയൻ പ്രതിനിധി PJ ബിനോജ്, കരയോഗം പ്രസിഡന്റ് PD സോമശേഖരൻ നായർ, സെക്രട്ടറി PG പ്രസാദ്, വൈസ് പ്രസിഡന്റ് KP ബിജു, ജോയിന്റ് സെക്രട്ടറി ER സജീവ്, ട്രഷറർ PS നാരായണൻ നായർ, വനിതാ സമാജം പ്രസിഡന്റ് ശാന്താകുമാരി ശശിധരൻ, സെക്രട്ടറി മിനി പ്രസാദ്, ബാലസമാജം പ്രസിഡന്റ് സായി കൃഷ്ണ S നായർ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചിയാർ തൊപ്പിപ്പാള വടക്കൻ പെരിയാർ അയ്യപ്പൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ചടങ്ങുകൾക്ക് തുടക്കമായി. പുതുതായി നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന്റെ ഷഡാധാര പ്രതിഷ്ഠ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ മനയത്താറ്റിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. 50 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണിത്. 2022 ഡിസംബർ 12-ന് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ദേവപ്രശ്നത്തിൽ ക്ഷേത്രത്തിന് ക്ഷതം സംഭവിച്ചതായും പുതുക്കി പണിയണമെന്നും തെളിഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രം പുതുക്കി പണിയാൻ തീരുമാനിച്ചത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മൂന്നാർ ഗ്യാപ് റോഡിലടക്കം വാഹനങ്ങളിൽ അപകടകരമായി യാത്ര ചെയ്ത ദൃശ്യങ്ങൾ പകർത്തുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ അടിമാലിയിൽ നടന്ന ഫൺ മാരത്തൺ അപകട യാത്രയ്ക്കെതിരെയുള്ള ബോധവൽക്കരണം കൂടിയായി മാറി. റീൽസ് അല്ല ജീവിതമെന്ന സന്ദേശം പതിച്ച ടീഷർട്ടുകൾ ധരിച്ചായിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഫൺ മാരത്തണിൽ പങ്കുചേർന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഫൺ മാരത്തണിൽ പങ്കുചേർന്നു. സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ ഗ്യാപ് റോഡിലടക്കം മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും യുവാക്കൾ വാഹനങ്ങളിൽ അപകടകരമായി സഞ്ചരിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയുമൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ സംഭവം ആവർത്തിക്കപ്പെടുകയും മോട്ടോർ വാഹന വകുപ്പ് നടപടിയിലേക്ക് പോകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പും അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളും റീൽസ് അല്ല ജീവിതം എന്ന സന്ദേശം അടിമാലിയിൽ നടന്ന ഫൺ മാരത്തണിൽ ഉയർത്തിയത്. അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ കൂട്ടായ്മയിലേക്ക് വന്നു ചേരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക, ആരോഗ്യകരമായിട്ടുള്ള ഒരു വികസനം സമൂഹത്തിന് സാധ്യമാക്കുക എന്നുള്ളതാണ് ഈ സ്പോർട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡുകളിൽ നിരവധി റീൽസും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്ത് ജനങ്ങൾ വാഹനം ദുരുപയോഗം ചെയ്യുക, അപകടത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. മൂന്നാർ മേഖലകളിലൊക്കെ ഇത് ധാരാളമായിട്ടുണ്ട്. ഇതൊന്ന് പ്രതിരോധിക്കുക, ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലും കൂടിയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ വിശ്വദീപ്തി കോളേജിന് സ്കൂളിലെ കൂടാതെ മോട്ടോർ വാഹന വകുപ്പും ഇവിടുത്തെ വ്യാപാരി സമൂഹവും പൊതുജനങ്ങളും വിദ്യാർത്ഥികളും എല്ലാം സംയുക്തമായിട്ട് സംഘടിപ്പിച്ചതാണ്. വളരെ വിജയകരമായിട്ട് ഇത് നടത്താൻ പറ്റി. റീൽസ് അല്ല ജീവിതം എന്ന സന്ദേശം പതിച്ച ടീഷർട്ടുകൾ ധരിച്ചായിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഫൺ മാരത്തണിൽ പങ്കുചേർന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഫൺ മാരത്തണിൽ പങ്കുചേർന്നു. സാഹസിക യാത്ര നടത്തുമ്പോൾ ഉണ്ടാകാനിടയുള്ള അപകടങ്ങൾ സംബന്ധിച്ച ബോധവൽക്കരണം യുവാക്കളിലേക്കും പൊതുജനങ്ങളിലേക്കും കൂടുതൽ എത്തിക്കുക വഴി ഇത്തരം പ്രവണതകൾക്ക് തടയിടാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രതീക്ഷ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിനെതിരെ തുടർ സമരവുമായി നിക്ഷേപകർ. തിങ്കളാഴ്ച മുതൽ രാപ്പകൽ സമരം ആരംഭിക്കും. സമരം നടത്തുക ബാങ്കിന്റെ നെടുങ്കണ്ടത്തെ പ്രധാന ശാഖയ്ക്ക് മുൻപിൽ. ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് ഭീഷണിയായി മാറിയ ആഫ്രിക്കൻ ഒച്ചുകൾ. കാർഷിക വിളകൾ പൂർണ്ണമായും തിന്നു നശിപ്പിക്കുന്ന ഇവയെ തുരത്താനും മാർഗങ്ങളില്ല. പ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമല്ലാത്തതിനാൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിൽ കർഷകർ. കാഞ്ചിയാർ ലെബക്കടയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ലെബക്കട ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ്ക്കൾ വിഹരിക്കുന്നത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ. ടൗണിലെത്തുന്ന ആളുകളെ ആക്രമിക്കാൻ തെരുവുനായ്ക്കൾ പാഞ്ഞെടുക്കുന്നതും പതിവ്. കട്ടപ്പന വള്ളക്കടവ് കരിമ്പാനിപ്പടി ചപ്പാത്ത് റോഡ് യാത്രായോഗ്യമാക്കാൻ നടപടിയില്ല. അടിമാലി കുമളി ദേശീയപാതയ്ക്ക് സമാന്തരമായിട്ടുള്ള പാത നവീകരിക്കാൻ MLA MP ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ടെങ്കിലും പ്രതിസന്ധിക്ക് കാരണം കരാറുകാർ ഏറ്റെടുക്കാത്തത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.